നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു അറിയിപ്പിലേക്ക് സ്വാഗതം. നമ്മളുടെ എല്ലാ വീടുകളിൽ റേഷൻ കാർഡുകൾ ഉണ്ടാകും. ഈ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് മാറ്റങ്ങൾ, അതായത് പുതിയ പരിഷ്കാരങ്ങളെല്ലാം 2025 ജനുവരി മാസം മുതൽ നിലവിൽ വരികയാണ്. ഏറ്റവും ആദ്യത്തെ പ്രധാന കാര്യം തന്നെ നമ്മളുടെ സംസ്ഥാനത്തെ APL വിഭാഗത്തിലെ നീല, വെള്ള റേഷൻ കാർഡുള്ളവർ, അതിൽ BPL കാർഡിന് അർഹതയുണ്ടായിരുന്ന വ്യക്തികൾ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു BPLലേക്ക് മാറുന്നതിന് വേണ്ടി. ഈ അപേക്ഷകൾ സമർപ്പിച്ചവരിൽ നിന്ന് അർഹതയുള്ളവർക്കെല്ലാം 2025 ജനുവരി മാസം മുതൽ BPL റേഷൻ കാർഡുകൾ നൽകി തുടങ്ങും. അതുമാത്രമല്ല, ഇവർക്ക് സൗജന്യ അരിയും ഗോതമ്പും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ, സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പദ്ധതികളിൽ മുൻഗണന കൂടി നൽകുന്നതായിരിക്കും. നിലവിൽ BPL കാർഡിന് അർഹതയുണ്ടായിട്ടും APL റേഷൻ കാർഡ് കിട്ടിയിരുന്ന വ്യക്തികൾക്കാണ് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത്. അപ്പോൾ ഈ അപേക്ഷകളെല്ലാം തന്നെ ഇപ്പോൾ അവസാനിക്കാറായി. അതുമാത്രമല്ല, 2025 ജനുവരി മാസം മുതൽ നിശ്ചിത എണ്ണം ഗുണഭോക്താക്കൾക്ക് ഈ BPL റേഷൻ കാർഡ് ഇഷ്യൂ ചെയ്ത് നൽകി തുടങ്ങും. ജനുവരിയിൽ മാത്രമല്ല, തുടർന്നുള്ള ഓരോ മാസങ്ങളിലും ഇത്തരത്തിലുള്ള റേഷൻ കാർഡുകളുടെ വിതരണം ഉണ്ടാകും. രണ്ടാമത്തെ, റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജനുവരി മാസം മുതൽ വീണ്ടും നമുക്ക് സൗജന്യ അരി തന്നെ മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നതാണ്. കേന്ദ്ര സർക്കാർ ഈ ഒരു ആനുകൂല്യം നീട്ടി നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ സൗജന്യ അരി, ഗോതമ്പ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തുടർന്നെല്ലാം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, BPL വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകളോടും അതോടൊപ്പം AAY റേഷൻ കാർഡ് വിഭാഗങ്ങൾക്കും മസ്റ്ററിങ്ങിന് വേണ്ടി സർക്കാർ സമയം അനുവദിച്ചിരുന്നു. ഡിസംബർ മാസം 31-ാം തീയതി വരെയാണ് മസ്റ്ററിങ്ങിന് വേണ്ടി സമയം അനുവദിച്ചിരുന്നത്. അത് റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ വ്യക്തികളും, മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ വ്യക്തികളും ചെയ്യണമെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു ഇലക്ട്രോണിക് KYC ചെയ്യാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ, ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ 2025 മുതൽ അവരുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് ഭക്ഷ്യവിഹിതത്തിൽ കുറവ് അനുഭവപ്പെടുന്നതാണ്. അതായത് ഒരു വ്യക്തിക്ക് പരമാവധി 5 കിലോയൊക്കെ ആനുകൂല്യമാണ് ലഭിക്കുന്നത് എങ്കിൽ, ഈ ഇലക്ട്രോണിക് KYC ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ആനുകൂല്യത്തിൽ കുറവ് വരുന്നതായിരിക്കും. ഇത് മാത്രമല്ല, കിടപ്പ് രോഗികൾ, സ്ഥലത്ത് ഇല്ലാത്തവരുണ്ടാകും, അതോടൊപ്പം തന്നെ വിവിധ വൈയായിക മൂലം ക്ലേശിക്കുന്നവരുണ്ടാകും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടി പ്രത്യേക ക്യാമ്പുകളെല്ലാം സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വിദേശത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ ചെയ്യേണ്ടതില്ല എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അവർക്ക് ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ റേഷൻ കാർഡിൽ നിന്ന് പുറത്തു പോവുകയില്ല, അവർക്ക് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇനി ഇത്തരത്തിൽ മസ്റ്ററിങ് ചെയ്യാൻ പോയിട്ടും ഇതൊക്കെ പരാജയപ്പെട്ടവരുണ്ട്. അവർക്ക് ഐറിസ് സ്കാൻ ചെയ്തുള്ള സംവിധാനം പല ക്യാമ്പുകളിലായിട്ട് നടത്തപ്പെടുന്നുണ്ട്. താലൂക്ക് തലത്തിൽ ക്യാമ്പുകൾ വെച്ചാണ് ഇത് നടത്തപ്പെടുന്നത്. അപ്പോൾ ഈ കാര്യം കൂടി തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക. ഡിസംബർ മാസം 31-ാം തീയതി വരെയൊക്കെയാണ് ഇത്തരത്തിൽ ക്യാമ്പുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇനി മൂന്നാമത്തെയും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, റേഷൻ കാർഡുള്ളവർ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. ഇപ്പോൾ 2 കിലോയോ അല്ലെങ്കിൽ 5 കിലോ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ പ്രാവശ്യം വാങ്ങേണ്ടതില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷേ നമ്മളുടെ കാർഡ് റദ്ദാവുന്നതിന് അല്ലെങ്കിൽ കാർഡിൻ്റെ തരം മാറുന്നതിന് ഇടയാക്കും. BPL AY വിഭാഗത്തിലാണെങ്കിൽ അവർ APL വിഭാഗത്തിലേക്ക് മാറുന്നതിനും, അതോടൊപ്പം തന്നെ APL നീല വിഭാഗത്തിലുള്ള റേഷൻ കാർഡാണെങ്കിൽ അത് വെള്ള വിഭാഗത്തിലേക്കൊക്കെ മാറുന്നതിന് ഇത് ഇടയാക്കും. തുടർച്ചയായിട്ട് 3 അതിലധികമോ മാസങ്ങൾ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളുടെ മുൻഗണന നഷ്ടപ്പെടുന്നതിന് അതിടയാകും. അതുകൊണ്ട് തന്നെ നമുക്ക് താല്പര്യമില്ല എങ്കിൽ പോലും POS മെഷീനിൽ വിരലുകൾ പതിച്ച് നിശ്ചിത ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. തുടർച്ചയായിട്ട് ഇങ്ങനെ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ റേഷൻ കാർഡിൻ്റെ തരം മാറുന്നതിന് അത് ഇടയാക്കുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.